സ്നേഹമുള്ള അമ്മയായി, വാത്സല്യമുള്ള മുത്തശ്ശിയായി, അരിശക്കാരിയായ അമ്മായിയമ്മയായി, വാശിയുള്ള അച്ചമ്മയായി, മകനു വേണ്ടി കരഞ്ഞുണങ്ങിയ ഉമ്മയായി, അങ്ങനെ അനേകം വേഷങ്ങൾ. സ്നേഹപര്യായമായി മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങൾ നിറഞ്ഞാടുന്ന കാലത്ത് ആണിനോട് പോരാടുന്ന, വേണ്ടി വന്നാൽ 4 ചീത്ത വിളിക്കാൻ ധൈര്യമുള്ള ചുറുചുറുക്കുള്ള കഥാപാത്രങ്ങൾ ഫിലോമിന എന്ന എക്കാലത്തെയും ഉശിരുത്തി. ആരാടാ നീ എന്ന ഫിലോമിനയുടെ ചോദ്യം അഹന്തകളോടുള്ള മുഖമടച്ച തമാശയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറവും പല സാമൂഹ്യ സാഹചര്യങ്ങളിലും ആ ഡയലോഗ് മീമുകളായടക്കം ഉയർത്തപ്പെട്ടു. ഇന്നും അങ്ങനെ അനേകം ഡയലോഗുകൾ നിലനിൽക്കുന്നതും ഫിലോമിനയുടെ ഓർമ്മയിൽ തന്നെ. എന്തും വെട്ടിത്തുറന്നു പറയുന്ന കഥാപാത്രങ്ങൾ. ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സഹതാരത്തോട് അതേ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു വകയ്ക്കും കൊള്ളില്ല എന്ന് പറയുന്ന ഫിലോമിന. പറ്റിക്കുന്ന മക്കളോട് നിന്റെ അമ്മയുടെ ചെവിയിലും വെക്കടാ പഞ്ഞി എന്ന് പറയുന്ന ഫിലോമിന. തള്ളയെന്ന് പരിഹസിക്കുന്നവരോട് ആരാടാ നിന്റെ തള്ള എന്ന് ഇത്രയും തുറന്നു ചോദിക്കാൻ ഫിലോമിനയ്ക്ക് മാത്രമേ സാധിച്ചിട്ടുണ്ടാകൂ. ഒന്നും നോക്കാതെ ഉള്ളിലുള്ളത് അതേപോലെ പറയാനുള്ള ആ പാടവം ഒരുപക്ഷെ ഫിലോമിനയുടെ ജീവിതം തന്നെ പഠിപ്പിച്ചതായിരിക്കാം. തൃശ്ശൂരിലെ മുള്ളൂർക്കരയിൽ പുതിയ വീട്ടിൽ ദേവസിയുടെയും മറിയയുടെയും മകളായി 1926 ജനനം. 12 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അമ്മ വളർത്തിയ 5 മക്കളിൽ രണ്ടാമത്തവളായിരുന്നു ഫിലോമിന. പള്ളിയിലും നാടകങ്ങളിലും പാടി. PJ ആന്റണിയുടെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തി. കമ്മ്യൂണിസ്റ്റ് നാടകങ്ങളിൽ അഭിനയിച്ചതിന് പള്ളിയിലച്ഛൻ അഭിനയിക്കരുതെന്ന് വിലക്കിയതും അഭിനയിച്ച് ആ അച്ഛനിൽ നിന്ന് തന്നെ അഭിനന്ദനം നേടിയതും ഫിലോമിന എന്ന കലാകാരിയുടെ അഭിനിവേശം തന്നെയാണ്. 23-ാം വയസ്സിലായിരുന്നു അത് എന്നുകൂടി അതിനൊപ്പം ചേർത്ത് വയ്ക്കണം. 1964 M. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുട്ടിക്കുപ്പായമാണ് ഫിലോമിനയുടെ ആദ്യം പുറത്തിറങ്ങിയ സിനിമ. കുഞ്ഞിപ്പാത്തുമ്മ എന്നായിരുന്നു ഫിലോമിനയുടെ ആദ്യ കഥാപാത്രത്തിൻ്റെ പേര്. പ്രേം നസീറിൻ്റെ ഉമ്മയായിരുന്നു വേഷം. നാടകാഭിനയ കാലത്തായിരുന്നു വിവാഹം. നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആന്റണിയുമായിട്ടായിരുന്നു വിവാഹം. എന്നാൽ 3 വർഷത്തിനു ശേഷം അദ്ദേഹം മരിച്ചു. ഒരു മകനുണ്ടായിരുന്നു. പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഫിലോമിന മകനെ വളർത്തിയത് എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. സിനിമാ ജീവിതത്തിൽ 2 തവണ സംസ്ഥാന അവാർഡുകൾ നേടി. 1970 തുറക്കാത്ത വാതിൽ, ഓളവും തീരവും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനും 1987 തനിയാവർത്തനത്തിലെ അഭിനയത്തിനുമായിരുന്നു സഹനടിക്കുള്ള അവാർഡ് നേടിയത്. അവാർഡുകളെക്കാൾ ഉപരി ഫിലോമിന എന്ന നടിയുണ്ടാക്കിയ അഭിനയ മികവായിരുന്നു ശ്രദ്ധേയം. എത്ര ലളിതമായ ഭാഷയിൽ ഇത് നമ്മുടെ ആരോ ആണ് എന്ന് തോന്നും വിധത്തിലായിരുന്നു അഭിനയങ്ങൾ അത്രയും. അവർ ചിരിപ്പിച്ചപ്പോൾ നമ്മൾ ചിരിച്ചു, അവരൊന്ന് കരഞ്ഞപ്പോൾ നമ്മൾ കരഞ്ഞു. കുലസ്ത്രീ പരിവേഷങ്ങൾക്ക് പുറത്തു കടക്കുന്നതായിരുന്നു കഥാപാത്രങ്ങളിലേറെയും. ഗോഡ്ഫാദർ ചിത്രത്തിലെ ആനപ്പാറയിലെ അച്ചാമ്മ എന്ന കഥാപാത്രം ഇതിൻ്റെ ചെറിയ ഉദാഹരണം മാത്രം. വിയറ്റ്നാം കോളനിയിലെ സുഹറാഫായും, സസ്നേഹത്തിലെ വേറോനിക്കയും, മൂക്കില്ല രാജ്യത്തിലെ മാനസിക പ്രശ്നമുള്ള സ്ത്രീയായും, വെങ്കലത്തിലെ മുത്തശ്ശിയായും, അങ്ങനെ എടുത്തു പറഞ്ഞാൽ തീരാത്ത അത്രയും കഥാപാത്രങ്ങൾ. ഏകദേശം 750-ലധികം ചിത്രങ്ങളിലാണ് ഫിലോമിന അഭിനയിച്ചത്. കൂടാതെ നാടകങ്ങൾ, സീരിയലുകൾ തുടങ്ങിയവ വേറെയും. എന്നാൽ ഉള്ളിൽ തിരയടിക്കുന്ന സങ്കടവും വേദനയും ഒളിപ്പിച്ചു വെച്ചാണ് ഫിലോമിന വെള്ളിത്തിരയിൽ ഒരേ സമയം വില്ലത്തിയായി വിറപ്പിച്ചതും പൊട്ടിച്ചിരിപ്പിച്ചതുമെന്ന് ഇന്ന് ഏറെ പേർക്ക് അറിയാത്ത കഥയാണ്. മലയാള സിനിമയിൽ ദീർഘകാലം പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിച്ച നടൻ സൗബിൻ ഷാഹിറിന്റെ പിതാവായ ബാബു ഷാഹിർ പറയുന്നത് ഫിലോമിനയുടെ വേറിട്ട ജീവിത യാഥാർത്ഥ്യമാണ്. ആനപ്പാറ അച്ചാമ്മയ്ക്ക് വേണ്ടി ഫിലോമിനയെ തേടിപ്പോയപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം കണ്ടത് ചിരിയല്ല, അടിമുടി കണ്ണീരും വേദനയുമാണ്. ബാബു ഷാഹിർ പറയുന്നു. ഗോഡ്ഫാദർ സിനിമയുടെ തിരക്കഥയുമായി ബന്ധപ്പെട്ട ജോലികൾ കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. ആനപ്പാറ അച്ചാമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഫിലോമിന ചേച്ചിയെ കാണണമെന്ന് സിദ്ദിഖ് ലാൽ എന്നോട് പറഞ്ഞു. ചേച്ചിയെ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ചുമതലയായി. കേരളത്തിൽ വന്നാൽ ചേച്ചി തൊടുപുഴ വാസന്തിയുടെ കൂടെയാണ് താമസിക്കാറുള്ളത്. പക്ഷേ ആ സമയത്ത് ചേച്ചി നാട്ടിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫിലോമിന ചേച്ചിയെ തിരഞ്ഞ് ചെന്നൈയിലെത്തി. വത്സരവാക്കത്താണ് ആദ്യം ഞാൻ അവരെ അന്വേഷിച്ചു പോകുന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ അവിടെ താമസമില്ല എന്നറിഞ്ഞു. പിന്നീട് വടപളനിയിൽ പോയി. അവിടെയും അവർ ഉണ്ടായിരുന്നില്ല. ചെന്നൈയിലെ ചില പ്രദേശങ്ങളിൽ സിനിമാക്കാർ അന്ന് കൂട്ടമായി താമസിക്കാറുണ്ട്. അവിടെയും ചേച്ചി ഉണ്ടായിരുന്നില്ല. എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാൻ സിദ്ദിഖ് ലാലിനെ വിളിച്ചു പറഞ്ഞു, ഫിലോമിന ചേച്ചിയെ കാണാനില്ല. ആനപ്പാറ അച്ചാമ്മയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യേണ്ടി വരും. സിദ്ദിഖ് ലാൽ പറഞ്ഞു, അത് പറ്റില്ല, ചേച്ചി തന്നെ വേണം. എവിടെ നിന്നാണെങ്കിലും ബാബു അവരെ കണ്ടുപിടിച്ചേ മതിയാകൂ. അച്ചാമ്മയെ അവതരിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല. ഞാനാകെ ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശാന്തനെ കാണുന്നത്. ചേച്ചിയെ രാവിലെ AVMൽ മകനൊപ്പം കണ്ടെന്ന് ശാന്തൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേൽവിലാസം വാങ്ങി. ട്രസ്റ്റ്പുരത്തെ മേൽവിലാസമായിരുന്നു അത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ ഞെട്ടിപ്പോയി. ഒരൊറ്റമുറി വീട്. മലയാളത്തിലെ വലിയൊരു ആർട്ടിസ്റ്റ് താമസിക്കുന്ന വീടാണത്.
എനിക്കെന്തോ വല്ലാത്ത വിഷമമായി. ആ സമയത്ത് ചേച്ചിയെ പ്രമേഹം അലട്ടിയിരുന്നു. കാലിലെ ഒരു വിരൽ മുറിച്ചു കളഞ്ഞ നിലയിലായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സ്വയം പരിചയപ്പെടുത്തി. ചേച്ചി പറഞ്ഞു, എനിക്ക് വയ്യ മോനെ, ആകെ ബുദ്ധിമുട്ടിലാണ്. ഇത്രയും കാലം അഭിനയിച്ചിട്ട് വീടൊന്നും ആയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, എല്ലാവരും പൈസ തരാറില്ല. ചിലർ പണം തരും, ചിലർ തരാമെന്ന് പറയും. എന്നാൽ ചെക്ക് മാറാൻ ചെല്ലുമ്പോൾ പണം ഉണ്ടാകില്ല. ഞാൻ തർക്കിക്കാനൊന്നും പോകാറില്ല. ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ നാട്ടിൽ വരാറുള്ളൂ. കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. ഗോഡ് ഫാദറിന് മുമ്പ് സിദ്ദിഖ് ലാലിൻ്റെ ഇൻ ഹരിഹർ നഗറിൽ ചേച്ചി അഭിനയിച്ചിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് ആർക്കും ചേച്ചിയുടെ ഈ അവസ്ഥ അറിയുമായിരുന്നില്ല. ഞാൻ ഗോഡ് ഫാദറിനെ കുറിച്ച് പറഞ്ഞു. ആനപ്പാറ അച്ചാമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ചേച്ചി സന്തോഷത്തോടെ സമ്മതിച്ചു. 25,000 രൂപയുടെ ചെക്ക് ഞാൻ ചേച്ചിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ആ സമയത്ത് അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ചേച്ചി ചോദിച്ചു, മോനെ, ഇത് മാറിയാൽ ശരിക്കും പൈസ കിട്ടുമോ? അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവരെ ഇതിനു മുമ്പ് ആരെങ്കിലും പറ്റിച്ചിരിക്കാം. ഞാൻ അപ്പോൾ തന്നെ ചേച്ചിയുടെ ഒപ്പ് വാങ്ങി ബാങ്കിൽ പോയി ചെക്ക് മാറ്റി 25,000 രൂപ ചേച്ചിയുടെ കയ്യിലേൽപ്പിച്ചു. ഫിലോമിന ചേച്ചിയെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് ഇനി ഉണ്ടാവുകയില്ല. കോമഡി ആവട്ടെ, വില്ലൻ വേഷങ്ങൾ, അങ്ങനെ ഏതുമാവട്ടെ, തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ ചേച്ചിക്ക് കഴിയും. ബാബു ഷാഹിർ പറയുന്നു. കടുത്ത അസുഖങ്ങളെ തുടർന്ന് ഫിലോമിന മരണത്തിന് മുൻപ് തന്നെ 2 മാസം അബോധാവസ്ഥയിലായിരുന്നു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 2005 നവംബർ 23-നാണ് ഫിലോമിനയെ കോടമ്പാക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സ ഫലിക്കാത്തതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലെത്തിയ ഫിലോമിനയെ നവംബർ 29-ന് വീട്ടിൽ തിരികെ കൊണ്ടുവന്നു. കടുത്ത പ്രമേഹ രോഗി കൂടിയായിരുന്ന ഫിലോമിന 2006 ജനുവരി 2-ന് മകന്റെ വീട്ടിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. ഫിലോമിനയുടെ ഭർത്താവും തിയേറ്റർ ആർട്ടിസ്റ്റുമായ ആന്റണി അവർ മരിക്കുന്നതിന് 41 വർഷം മുമ്പേ തന്നെ മരിച്ചുപോയിരുന്നു. ഒരുപക്ഷെ കുട്ടിക്കാലം മുതൽ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വന്നതിൽ നിന്നുമുണ്ടായ അനുഭവങ്ങളായിരിക്കാം ഫിലോമിന ആരുടെയും മുഖത്ത് നോക്കി ഉള്ളത് ഉള്ളതുപോലെ പറയാൻ ധൈര്യപ്പെട്ടിരുന്ന ഒരു തന്റേടിയായി മാറാൻ കാരണം. എന്തായാലും ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും ഫിലോമിന ഇപ്പോഴും ആഘോഷിക്കപ്പെടുകയാണ്. ചിലരുടെ വിധി അങ്ങനെയാണ്. ജീവിച്ചിരിക്കുമ്പോഴല്ല, മരണത്തിന് ശേഷമാണ് അവർ ആഘോഷിക്കപ്പെടുന്നത്. മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ഫിലോമിനയും ഈ കൂട്ടത്തിൽപ്പെടും. സാമൂഹിക മാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന ഈ കാലത്ത് മരണശേഷം ഫിലോമിന ആഘോഷിക്കപ്പെടുകയാണ്.